രാഹുൽ ഈശ്വർ, അതിന് ഒരു മറുപടി, അതായത് ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാന അധ്യക്ഷന്മാർക്കൊക്കെ തന്നെയും ഈ നാടുമായി ബന്ധം അല്ലെങ്കിൽ പ്രവർത്തകരുമായി ബന്ധം ഓരോ ജില്ലാ ഘടകത്തെയും അറിയാം, അവിടുത്തെ പ്രധാന നേതാക്കളെ അറിയാം, അവർ ഏത് ഗ്രൂപ്പുമായി ചേർന്ന് നിൽക്കുന്നു എന്നുകൂടി അറിയാം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വോട്ട് നേടാനായി എന്നത് മാത്രം ഒരു യോഗ്യതയായി കണ്ടാൽ കേരളം മുഴുവനുള്ള പാർട്ടിയെ ചലിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ചലിപ്പിക്കുമ്പോൾ ഓരോ ജില്ലാ നേതൃത്വങ്ങൾ, ജില്ലാ ഘടകങ്ങൾ മാത്രമല്ല, ഇവിടെ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കാൻ പ്രധാനപ്പെട്ട നേതാക്കൾ വേണമല്ലോ. അപ്പോൾ ആരാണ് ടീം രാജീവ് ചന്ദ്രശേഖറായി വരിക എന്നൊരു ചോദ്യമുണ്ട്. നിലവിലെ ടീം 2 വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ആ നേതാക്കളെ കൂടെ കൂട്ടാൻ രാജീവ് ചന്ദ്രശേഖറും വലിയ താല്പര്യമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ആ ഘട്ടത്തിൽ ഈ കെ സുരേന്ദ്രൻ വിഭാഗത്തിൽ നിന്നും പിന്തുണയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മറുവിഭാഗത്തിൽ നിന്ന് പിന്തുണ അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഇനിയിപ്പോൾ അതെത്രത്തോളം സാധ്യമാണ്? അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം രാജീവ് ചന്ദ്രശേഖരന് പിന്നിൽ അണിനിരക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണദാസ് പക്ഷം. ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോ ഒരുപാട് പേര് വിമർശിച്ചത് തിരുവനന്തപുരത്ത് എത്ര സ്ഥലങ്ങളുടെ പേര് അദ്ദേഹത്തിന് അറിയാം തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മളെല്ലാം കണ്ടതാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വളരെ അക്കോമഡേറ്റിംഗ് ആയ ഒരു വ്യക്തിയാണ്. അതായത് കൂടെ ആൾക്കാരെ നിർത്താനും പേഴ്സണൽ സ്പേസ് കൊടുക്കാനും വളരെ റെസ്പെക്ട്ഫുള്ളി സംസാരിക്കാനും ഒക്കെ കണ്ടതാണ്. അദ്ദേഹവും ശശി തരൂരും ശ്രീ പന്ന്യൻ രവീന്ദ്രൻ സാറും ഒക്കെ സംസാരിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. അദ്ദേഹം വളരെ പൊളൈറ്റ് ആണ്. അപ്പൊ അദ്ദേഹം ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ പൊളൈറ്റ് ആയ, എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ പോകുന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് പോകുന്നൊരു കാര്യം, അദ്ദേഹം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ള ഗ്രൂപ്പ് എന്ന് വിളിക്കപ്പെടുന്ന സംവിധാനങ്ങളെ ഇല്ലാതാക്കുന്നതിന് പകരം അവരെ കൂടെ നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാണ് കൂടുതൽ സാധ്യത. അതോടൊപ്പം ഡെമോഗ്രഫിയാണ് ഡെമോക്രസി എന്ന് നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട്. അതായത് കേരളത്തിന്റെ ഡെമോഗ്രഫി നോക്കുകയാണെങ്കിൽ BJP-യിലേക്ക് കൂടുതൽ പണ്ട് മുതലേ ആകർഷിക്കപ്പെടുന്നത് 1 മുതൽ 3% വരെയുള്ള ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി ആയിരുന്നു ആദ്യം. പിന്നീടാണ് നായർ കമ്മ്യൂണിറ്റി 12 മുതൽ 15% ഉള്ളത്. പിന്നീട് BDJS അടക്കം ഉള്ള എക്സ്പെരിമെന്റിലൂടെ ഈഴവ കമ്മ്യൂണിറ്റി, പിന്നീട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇക്വേഷനും കൂടെയുണ്ട്. കോൺഗ്രസ് എന്നും സെന്റർ ലെഫ്റ്റ് ആണ്, എന്നാൽ BJP എന്നും സെന്റർ റൈറ്റ് ആണ്. സെന്റർ റൈറ്റിൽ സ്വത്വ രാഷ്ട്രീയം അതിന്റെ ഒരു ഓർഡർ ഓഫ് ദി ഡേ ആണ്, അല്ലെങ്കിൽ അടിസ്ഥാനമാണ്. ഇപ്പൊ CPM ഒക്കെ നിൽക്കുന്ന സ്പേസ് പലപ്പോഴും ഐഡിയോളജിക്കൽ പൊളിറ്റിക്കൽ ആണെങ്കിൽ, സെന്റർ റൈറ്റിൽ നിൽക്കുന്ന പാർട്ടികൾ ഐഡന്റിറ്റീസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ സ്വത്വ രാഷ്ട്രീയത്തെ കൂടെ ഉൾപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. കോൺഗ്രസിൽ തന്നെയുള്ള ഈ ബ്രാഹ്മിൺ ബനിയ ഗ്രൂപ്പുകളാണ് ആദ്യകാല ഗാന്ധിജിയുടെ കോൺഗ്രസിലുള്ള ബ്രാഹ്മിൺ ബനിയ ഗ്രൂപ്പുകളാണ് പിന്നീട് BJP-യിലേക്ക് അതിശക്തമായി ബേസായി പോകുന്നത്. ഇന്ത്യയിലെ പല പാർട്ടീസും, മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, ഇന്ത്യയിലെ ഫോർവേഡ് ക്ലാസ്, ഇതാണ് BJP-യുടെ ബേസായി ഫോം ചെയ്തത്. ശ്രീ നരേന്ദ്രമോദിക്ക് വന്നതിന് ശേഷമാണ് അത് വലിയൊരു OBC ഇൻഫ്ലക്സ് അതിലേക്ക് ഉണ്ടാകുന്നത്. ശ്രീ നരേന്ദ്രമോദി എന്ന OBC ആണ് ഒരു വലിയ OBC ലീഡറായി കൂടി തന്നെ പുഷ് ചെയ്ത് പോകുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോ ഒരു വിശാല ഹിന്ദു ഐക്യവും അതോടൊപ്പം ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യവും ഉള്ള ബേസിലായിരിക്കും അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഈ കളമശ്ശേരിയുടെ കാര്യത്തിൽ മാത്രം വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യം അങ്ങനെയായിരുന്നു ഒരുപാട് പേരൊക്കെ ധരിച്ചത്. കളമശ്ശേരിയിൽ സംഭവിച്ചത് അങ്ങനെ ഒരു മുസ്ലിം സമൂഹത്തിലെ ആളാണ് ചെയ്തതെന്ന് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു. പിന്നീട് മാർട്ടിൻ ആണെന്ന് വെളിയിൽ വരികയും മറ്റുമൊക്കെ ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ കുറെ കൂടെ പ്രോ ഹിന്ദു ആണ്, പക്ഷെ ആന്റി മുസ്ലിം അല്ല. അദ്ദേഹം ഹിന്ദു വിശ്വാസിയാണ്, ഹിന്ദു കരുതലുണ്ട്. ഒരു കാര്യം കൂടെ എനിക്ക് സ്നേഹത്തോടെ ഓർക്കാനുള്ളത്, അധികം BJP പാർട്ടി പോലും അനുകൂലിക്കാത്ത കാലത്ത് ശബരിമലയ്ക്കൊക്കെ വേണ്ടി അദ്ദേഹം സുപ്രീം കോടതിയിൽ കേസിന് പോയൊരു വ്യക്തിയാണ്, ഇൻഡിവിജ്വൽ ആയിട്ടല്ല. അപ്പോൾ ഹിന്ദു വിശ്വാസിയാണ്, എന്നാൽ ആരോടും വിരോധമില്ല, എല്ലാ സമുദായങ്ങളോടും പോസിറ്റീവായി പോകുന്നു. ഈ രീതിയിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ മിഡിൽ ക്ലാസിനെ അപ്പീൽ ചെയ്യുന്നത്. ഈ മിഡിൽ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ്സിന് വോട്ടുകൾ ഒരുപാടില്ല, പക്ഷെ മിഡിൽ ക്ലാസ് ആണ് നമ്മുടെ മീഡിയയിൽ, ഒപ്പീനിയൻ മേക്കേഴ്സിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ നിൽക്കുന്നത്. അപ്പൊ മാഹോൾ എന്ന് ഹിന്ദിയിൽ പറയുന്ന അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ അത് വളരെ ശക്തമായി കഴിയും. അപ്പൊ BJP-ക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഇദ്ദേഹത്തെ തന്നെയാണ്. അതോടൊപ്പം ശ്രീമതി ശോഭാ സുരേന്ദ്രനെയൊക്കെ പ്രധാന പോസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ പൊസിഷൻസിലേക്കോ അക്കോമഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, ശ്രീ ജേക്കബ് തോമസിനെ അക്കോമഡേറ്റ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, പ്രായമായെങ്കിലും നമ്മുടെ ശ്രീധരൻ സാറിനെ പോലുള്ളവരുടെ ഒരു മാർഗനിർദ്ദേശക മണ്ഡലമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ BJP-ക്ക് വലിയ ഗ്രോത്തിന്റെ സ്പേസ് ഉണ്ട്. അതായത് നേരത്തെ അവഗണിക്കപ്പെട്ടിരുന്ന നേതാക്കളെ കൂടെ കൂട്ടിയാൽ രാജീവ് ചന്ദ്രശേഖരനെ മുന്നോട്ട് പോകാൻ കുറച്ചുകൂടി എളുപ്പമാകും അല്ലേ? അല്ല, അവഗണന എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. BJP-യുടെ ഒരു സർവ്വലേഖ മാഡം അടക്കമുള്ളവരുണ്ട്, ജേക്കബ് തോമസ് അടക്കമുള്ളവരുണ്ട്, ഒരുപാട് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സിൽ ഇഷ്ടമുള്ളവരുണ്ട്. അവരെ വേണ്ട രീതിയിൽ ലെവറേജ് ചെയ്തിരുന്നോ എന്നറിയില്ല. സന്ദീപ് രാജൊക്കെ പോകുന്നതിന്റെ കാര്യം എന്താ? സന്ദീപ് രാജ് വളരെ ഈ വിഭാഗത്തിന് അപ്പീലുള്ള വ്യക്തിയാണ്, വാര്യരാണ്. പ്രശ്നം ഇവരെ വേണ്ട രീതിയിൽ കേറ്റർ ചെയ്തില്ല, ഇവരെയും കൂടെ വേണ്ട രീതിയിൽ കൂടെ നിർത്തിയില്ല. കോൺഗ്രസ് ചെയ്യുന്ന മിസ്റ്റേക്ക് തന്നെ. കോൺഗ്രസ് പ്രണബ് മുഖർജിയോട് ചെയ്ത അതേ മിസ്റ്റേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ശശി തരൂരിനോട് ചെയ്യുന്ന അതേ മിസ്റ്റേക്ക് തന്നെയാണ്.
സോണിയ മാഡം പ്രണബ് കുമാർ മുഖർജി എന്ന ബംഗാളി ബ്രാഹ്മണനെ പ്രധാനമന്ത്രിയാക്കിയിരുന്നെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇത്രയും വലിയൊരു സ്പേസ് പോലും തുറന്നു കിട്ടുമായിരുന്നില്ല. അപ്പൊ ഈ കമ്മ്യൂണിറ്റീസിനെയും അവരുടെ ആൾക്കാരെയും അല്ലെങ്കിൽ ആ സ്പേസിൽ നിൽക്കുന്നവരെയും മിഡിൽ ക്ലാസിനെയും ആസ്പിറേഷണൽ മിഡിൽ ക്ലാസിനെയും കൂടെ നിർത്തുന്ന ഒരു റെയിൻബോ കോalition. ഇതാണ് എല്ലാ പാർട്ടിയും എന്ന് പറയുന്നു. ഇതാണ് എല്ലാ പാർട്ടിയും ഈ ബാലൻസും മറ്റും വെച്ചാണ് പോകുന്നത്. അപ്പൊ ഈ റെയിൻബോ കോalition ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് റിസോഴ്സ് അദ്ദേഹത്തിന് സാമ്പത്തികമായി വളരെയധികം ഉന്നതമായി നിൽക്കുന്ന വ്യക്തിയാണ്. മീഡിയമായി ഉന്നതമായ ലെവറേജാണ്. ഒരുപക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ചലഞ്ച് വരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എടുത്താൽ ശ്രീമതി സിന്ധു സൂര്യകുമാറിന്റെയും ഏഷ്യാനെറ്റിന്റെയും കുംഭമേളയുടെ നിലപാടിലേക്ക് ഇദ്ദേഹത്തെ കടന്നാക്രമിക്കുന്ന ഒരുപാട് BJP അനുഭാവികളെ കാണാം. ഇനിയും ഏഷ്യാനെറ്റിനും ഇനിയും എടുക്കുന്ന നിലപാടുകളിൽ കുറെ കൂടെ കെയർഫുൾ ആകേണ്ടി വരും. അദ്ദേഹത്തിന് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ആ മാധ്യമ സ്ഥാപനത്തെയും നിയന്ത്രിക്കുമെന്നർത്ഥം അല്ലേ? ഇല്ല, നിയന്ത്രിക്കില്ല. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരനെ വ്യക്തിപരമായി അറിയുന്നിടത്തോളം അദ്ദേഹം അങ്ങനെ ഇടപെടില്ല. പക്ഷെ ഇടപെടാനുള്ള സമ്മർദ്ദം കൂടുതൽ ഉണ്ടാവും. കാര്യം ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഒരു ലെഫ്റ്റ് ലിബറലോ അല്ലെങ്കിൽ സെന്റർ ടു ലെഫ്റ്റ് സ്റ്റാൻഡാണ് എടുക്കാറുള്ളത്. ജനമൊക്കെ മാത്രമാണ് മറുഭാഗത്തെ ചാനൽ എടുക്കാറുള്ളത്. അപ്പോൾ കൂടുതൽ സമ്മർദ്ദം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പക്ഷെ ഒരു കാര്യത്തിൽ സംശയമില്ല, ഒരുപാട് പുതിയ ആൾക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയും. ഓൾറെഡി അത് എനിക്ക് തോന്നുന്നു പുതിയൊരു ടീമിലേക്ക് കൂടെ ഉണ്ടാക്കും. പഴയ ഗ്രൂപ്പ് സമവായങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ജേക്കബ് തോമസ്, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ഒരുപാട് പേരെ ഇതിലേക്ക് ആകർഷിക്കും. സുരേഷ് ഗോപി അടക്കമുള്ളവരോട് നല്ല ഇക്വേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനൊക്കെ കൂടുതൽ പ്രോമിനൻസ് ഉണ്ടാകും. ഈ രാഷ്ട്രീയക്കാരെ മിഡിൽ ക്ലാസ് എങ്ങനെയാണ് ഇഷ്ടം? ട്രംപിനൊക്കെ, ഇത് കേരളത്തിൽ മാത്രമല്ല, ട്രംപിനൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ലോകതലത്തിൽ ട്രംപൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് സംഭവിക്കുന്നത് ഈ സെന്റർ റൈറ്റ് നിൽക്കുന്ന മിഡിൽ ക്ലാസും ആസ്പിറേഷണൽ മിഡിൽ ക്ലാസും പൊളിറ്റിക്സിൽ ഇടപെടുന്നതാണ്. ആ രീതിയിൽ വലിയൊരു സ്വാധീനം കൊണ്ടുവരാനുള്ള സ്പേസ് അദ്ദേഹത്തിനുണ്ട്. ബിജെപിയുടെ ബേസിനെ എക്സൈറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, അതോടൊപ്പം നായർ വോട്ട്, അതുപോലെ കിട്ടിക്കൊണ്ടിരുന്ന ഈഴവ വോട്ട്, അതോടൊപ്പം ക്രിസ്ത്യൻ വോട്ട്, അങ്ങനെ എല്ലാം കൂടി നേടിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്ന് വേണം കരുതാൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.